എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു സ്കാൽപ്പിംഗ് എൻട്രി ആൻഡ് എക്സിറ്റ് എടുക്കാം. അപ്പോൾ പല ആൾക്കാരും സ്കാൽപ്പിങ്ങിലോട്ട് കിടക്കുമ്പോൾ പെട്ടെന്നുള്ള മൊമെൻറ്റം ക്യാച്ച് ചെയ്തുകൊണ്ട് നമ്മൾ പെട്ടെന്ന് എക്സിറ്റ് ആവും. അതാണ് സ്കാൽപ്പിംഗ്. നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് ചെയ്യാറ്. സ്റ്റോക്കിൽ പൊതുവേ നമ്മളങ്ങനെ മൊമെൻറ്റം കുറവായതുകൊണ്ട് ചെയ്യാറില്ല. മൊമെൻറ്റം ഉണ്ടാവും, പക്ഷേ ഏത് ടൈമിലാണ് വരിക എന്ന് നമുക്ക് പറയാൻ പറ്റുന്നുണ്ട്. നമ്മൾ നിഫ്റ്റിയിലും അതുപോലെ ബാങ്ക് നിഫ്റ്റിയിലുമാണ് ചെയ്യാറ്. ഫിൻ നിഫ്റ്റിയിലൊക്കെ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇത് കൂടുതലും ഓപ്ഷൻ ബൈയിങ് ആണ് കൂടുതലും സ്കാൽപ്പിങ്ങിനായിട്ട് നമ്മൾ എടുക്കാറ്. അപ്പോൾ ഒരു സ്കാൽപ്പിംഗ് എൻട്രി എടുക്കുമ്പോൾ അതിന് കൃത്യമായിട്ട് എൻട്രിയും എക്സിറ്റും ഇല്ലാണ്ട് ഒരിക്കലും സ്കാൽപ്പിംഗ് എടുക്കാനായിട്ട് പാടില്ല. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഹ്യൂജ് ലോസ്, നമ്മൾ എപ്പോൾ എവിടെ വെച്ചിട്ട് ഇത് എക്സിറ്റ് ആവുമെന്ന് അറിയാണ്ട് നമ്മൾ സ്കാൽപ്പിംഗ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വലിയ രീതിയിലുള്ള ഒരു ലോസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാനിത് ചാർട്ടിൽ നിങ്ങൾക്ക് കാണിച്ചില്ല. ഇതിനായിട്ട് നമ്മൾ മൂവിങ് ആവറേജ് ആഡ് ചെയ്യേണ്ടതായിട്ടുണ്ട്. 9 ആൻഡ് 15 ആണ് ഇതിനു വേണ്ടി മൂവിങ് ആവറേജ് വേണ്ടത്. അപ്പോൾ നമുക്ക് ഇൻഡിക്കേറ്ററിൽ പോയിട്ട് നമുക്ക് മൂവിങ് ആവറേജ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ മൂവിങ് ആവറേജ് അടിക്കുമ്പോൾ നമുക്ക് ഈ മൂവിങ് ആവറേജ് റിബൺ എടുത്തു കഴിഞ്ഞാൽ വളരെ എളുപ്പമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കഴിയും. ഇവിടെ മൂവിങ് ആവറേജ് റിബൺ എന്ന് പറയുമ്പോൾ ഇവിടെ നമുക്ക് 4 മൂവിങ് ആവറേജ് ഇവിടെ ആഡ് ചെയ്യാനായിട്ടും 4 മൂവിങ് ആവറേജ്. അപ്പോൾ നമ്മളതിൻ്റെ സെറ്റിങ്സിൽ പോയിട്ട് നമുക്ക് 4 ഒന്നും വേണ്ട, നമുക്ക് 2 എണ്ണമാണ് ഇതിൽ വേണ്ടത്. അപ്പോൾ നമുക്ക് 2 അൺടിക്ക് ചെയ്ത് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് 20 എന്നുള്ളടത്ത് നമുക്ക് 9 കൊടുക്കാം. അതുപോലെ 50 എന്നുള്ളടത്ത് നമുക്കൊരു 15 കൊടുക്കാം. പിന്നെ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റൈല് കളറൊക്കെ നമുക്ക് അവിടെ മാറ്റാം. നമുക്ക് കളറ് ഇത് ഒരു ബ്ലൂ കൊടുക്കാം. ഓക്കെ, ഈ SMA എന്നുള്ളത് നമ്മൾ എന്തായാലും EMA ആണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അവിടെ ശ്രദ്ധിക്കുക, EMA ആക്കാൻ ശ്രദ്ധിക്കുക. ഓക്കെ, നമുക്കിവിടെ നോക്കിയാൽ കാണും EMA ആയിട്ടുണ്ട്, 9 ആൻഡ് 15 ആയിട്ടുണ്ട്. ഓക്കെ, നമുക്കത് ഓക്കെ കൊടുക്കാം. ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് 5 മിനിറ്റിൻ്റെ ടൈം ഫ്രെയിമിലുള്ള നിഫ്റ്റി 50യുടെ ചാർട്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതിലുള്ള എൻട്രിയും എക്സിറ്റും നമ്മൾ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ഓപ്ഷൻ ബയ്യർക്ക്, പ്രത്യേകിച്ച് സ്കാൽപ്പർക്ക് പെട്ടെന്നുള്ള മൊമെൻറ്റം ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയണം. അല്ലാന്നുണ്ടെങ്കിൽ ഇതിൻ്റെ DK കാരണം നമ്മൾ എടുത്ത എൻട്രി അവിടെ തീറ്റ DK കാരണം അതിൻ്റെ പ്രീമിയം മെൽട്ടായിട്ട് നമ്മളെ സ്റ്റോപ്പ് ലോസും വലിയ രീതിയിലുള്ള ലോസും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, ഇവിടെ 9 EMA 15 EMA ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ക്രോസ് ചെയ്യുമ്പോൾ മാത്രമല്ല എൻട്രി നമ്മൾ എടുക്കേണ്ടത്. ഇവിടെ നമുക്കൊരു ബയ്യിങ് ആണ് എടുക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ക്യാൻഡിൽ നമുക്ക് കാണിച്ചു തരാം. ഇതിനായിട്ട് ഇപ്പോൾ ഇത് EMA ലെവലാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് 3 തരത്തിലുള്ള ക്യാൻഡിൽസിക്കാണ് നമ്മൾ ബയ്യിങ് ആയിട്ട് നോക്കുന്നത്. ഒന്ന്, നല്ല മൊമെൻറ്റത്തിലുള്ള ഒരു ക്യാൻഡിൽ വരണം, നല്ല അത്യാവശ്യം ബോഡിയുള്ള ഒരു ഗ്രീൻ ക്യാൻഡിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ ടോപ്പിൽ ബൈ ചെയ്തിട്ട് നമുക്കിതിൻ്റെ താഴെ സ്റ്റോപ്പ് ലോസ് ആയി വെക്കാം. അതുപോലെ രണ്ടാമത്, അത്യാവശ്യം ബോഡി ഉണ്ട്, പക്ഷേ ചെറിയ 2 വിക്കുകളുണ്ട്, വളരെ ചെറിയ 2 വിക്കുകളുണ്ട്, എന്നാൽ അത്യാവശ്യം ബോഡിയുള്ള ഗ്രീൻ ക്യാൻഡിൽ. മൂന്നാമതായിട്ട് നമുക്കുള്ള ക്യാൻഡിൽ EMAയിൽ ടച്ച് ചെയ്തിട്ട് റിജക്ഷൻ വന്നിട്ട് ഒരു ഹാമർ ടൈപ്പിലുള്ള ക്യാൻഡിൽ. ഇവിടെ നമുക്ക് ടോപ്പിൽ ബൈ ചെയ്യാം, മുകളിൽ സ്റ്റോപ്പ് ലോസും വെക്കാം. അപ്പോൾ നമ്മൾ ബയ്യിങ്ങിനായിട്ട് നോക്കുമ്പോൾ അത്തരത്തിൽ നേരത്തെ പറഞ്ഞ ആ 3 ക്യാൻഡിൽസ്റ്റിക്കിലാണ് നമ്മൾ എൻട്രി നോക്കുന്നത്. ഇത് നിഫ്റ്റി 50ൻ്റെ ഇന്നലത്തെ 5 മിനിറ്റ് ടൈം ഫ്രെയിമിലുള്ള ചാർട്ടാണ്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും, മോർണിംഗിൽ തന്നെ 9 EMA 15 EMAനെ ക്രോസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇവിടെ ഫോം ചെയ്തിരിക്കുന്നത് ഒരു ഗ്രീൻ ബുള്ളിഷ് ക്യാൻഡിലാണ്. 2 സൈഡിലും കുറേശ്ശെ വിക്ക് ഉണ്ടെങ്കിലും ഇതൊരു ബുള്ളിഷ് ക്യാൻഡിലാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ എൻട്രി എടുക്കാനായിട്ട് കഴിയും. പക്ഷേ ഇവിടെ ഉള്ളൊരു കുഴപ്പം, ഇവിടെ നമുക്ക് വലിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതിൻ്റെ ക്ലോസ് ചെയ്തപ്പോൾ ഇവിടെ നിന്നാണ് നമുക്ക് എൻട്രി വന്നിട്ടുള്ളത്. ഈ വിക്കിന് താഴെ ഏകദേശം 80 പോയിൻറ്റോളം നമുക്കിവിടെ സ്റ്റോപ്പ് ലോസ് കൊടുക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യത്തിൽ അത് റിജക്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. അത്ര വലിയ രീതിയിലുള്ള സ്റ്റോപ്പ് ലോസ് കൊടുക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഒന്നുകൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമത് മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ നോക്കാം. ഇവിടെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടായിരുന്നു, അതിനെ ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് തിരിച്ച് ഇങ്ങോട്ട് വന്നിട്ട് മുകളിൽ കയറുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇതൊരു ഹയർ ലോ ഉണ്ടാക്കിയിട്ടാണ് പോകുന്നത്. അപ്പോൾ മാർക്കറ്റ് അപ് ട്രെൻഡിലോട്ട് പോകുമ്പോൾ നമ്മളൊരു ബൈയിങ് എൻട്രി എടുക്കുമ്പോൾ കൂടുതൽ നമുക്ക് വിന്നിങ് പ്രോബിലിറ്റി കൂടുതൽ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അതുപോലെ ഡൗൺ ട്രെൻഡിലാണെങ്കിൽ സെല്ലിങ്ങിലോട്ട് നമുക്ക് ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ കൂടുതൽ വിൻ റേറ്റ് ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പോൾ ഇവിടെ നമുക്ക് അടുത്തതായിട്ട് ഇവിടെ ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്യുന്നത് ഇത് ഈ ഒരു ക്യാൻഡിലാണ് അല്ലേ. നല്ല ഇതൊരു എൻഗൾഫിങ് ക്യാൻഡിലാണ്, ചെറിയൊരു വിക്ക് താഴെ ഉള്ളൂ. ഇതൊരു ഫുള്ളായിട്ട് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്കിനൊക്കെ വിഴുങ്ങിയ പോലെ, ഒരു എൻഗൾഫിങ് എന്ന് പറയുമ്പോൾ വിഴുങ്ങുന്നത് പോലുള്ള ഒരു ക്യാൻഡിൽസ്റ്റിക്കാണ് ഇവിടെ ഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഇതിൽ നമുക്ക് ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ അവിടെ ക്ലോസ് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു എൻട്രിയിലോട്ട് നമ്മൾ എൻട്രി ആക്റ്റീവ് ആയിട്ടുണ്ട്. തൊട്ട് താഴെ ഈ ഒരു ക്യാൻഡിൽസ്റ്റിക്കിന് താഴെ ഏകദേശം 40 പോയിൻറ്റോളം വരുന്നുള്ളൂ അല്ലേ. നേരത്തെ 80 പോയിൻ്റ് ആണെങ്കിൽ ഇവിടെ അതിൻ്റെ പകുതി റിസ്ക് നമുക്ക് എടുക്കേണ്ടി വരുന്നതുള്ളൂ. അപ്പോൾ അവിടെ ഒരു എൻട്രി എടുത്ത് 1:3 ഒക്കെ ഇവിടെ 4 ഒക്കെ കിട്ടുന്നുണ്ട്. എന്തായാലും നമ്മൾ 1:2
2-ൽ നമ്മൾ ഇറങ്ങും. അത്തരത്തിലുള്ള ഒരു സ്കാൽപ്പിംഗ് എൻട്രിക്കായിട്ട് നമുക്ക് ഇതൊരു റൂൾസാണ്. സ്കാൽപ്പിംഗ് എൻട്രി നോക്കുമ്പോൾ നമ്മൾ രാവിലെ വന്നിട്ട് ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, ഇനി മുകളിലോട്ട് പോകും, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് എടുക്കാം. ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, അതിൻ്റെ ബോട്ടത്തിൽ നമുക്ക് ട്രേഡ് ചെയ്ത് ഇനി താഴേക്ക് നന്നായിട്ട് വരുന്നൊക്കെ വിചാരിച്ചിട്ട് എവിടെയോ ഇറങ്ങുക അല്ലെങ്കിൽ എവിടേക്കോ എൻട്രി എടുത്തിട്ട് സ്കാൽപ്പിംഗ് എൻട്രിയിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹ്യൂജ് ലോസ് സംഭവിക്കും. കാരണം സ്കാൽപ്പിംഗ് ഹൈ റിസ്ക് ആണ്. ഇത് നിങ്ങൾ പേപ്പർ ട്രേഡിങ് ബാക്ക് ടെസ്റ്റൊക്കെ ചെയ്തിട്ട് മാത്രം ഈ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ. ഇവിടെ നമുക്ക് മാർക്കറ്റ് അതിശക്തമായിട്ട് മുകളിലോട്ട് പോയിട്ടുണ്ട്, നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. സെല്ലിങ് നമുക്ക് ഇവിടെ വന്നിട്ടുണ്ടല്ലേ. ഇപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്നിട്ടൊരു നല്ല ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു, അതിനുശേഷം വീണ്ടും ഒരു ബെയറിഷ് ക്യാൻഡിൽ ഫോം ചെയ്തു. ഇവിടെ അത് മാത്രമല്ല 9 EMA 15 EMA ക്രോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഒരു സെല്ലിങ് നോക്കാനായിട്ട് കഴിയും അല്ലേ. പക്ഷേ മാർക്കറ്റ് ഉടനെ തന്നെ അത് മുകളിലോട്ട് പോയിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ്, ഇപ്പോൾ ഇവിടെ നമ്മൾ എൻട്രി എടുക്കുകയാണെങ്കിൽ നമ്മൾ സ്റ്റോപ്പ് ലോസ് അത് ഹിറ്റായി അല്ലേ. ഒരു 3 ക്യാൻഡിൽ ഫോം ചെയ്ത പിന്നെ നമ്മൾ സ്റ്റോപ്പ് ലോസ് അവിടെ ഹിറ്റായി. അപ്പോൾ നമ്മളിവിടെ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓവറോൾ അപ്പ് ട്രെൻഡിലാണ്. അപ്പോൾ ഈ ഒരു മൊമെൻറ്റ് വന്നോടുക്കുന്ന കൂടി ഇത് സെല്ലിങ്ങിലോട്ട് മാറി എന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച് നമ്മൾ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്കവിടെ ലോസ് സംഭവിക്കും. നമ്മൾ നോക്കുന്നത് മുകളിലോട്ടാണ്, അഥവാ ബൈയിങ് എൻട്രിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു സെല്ലിങ് കാണുമ്പോൾ നമ്മൾ അതിനെ റിജക്റ്റ് ചെയ്യുക, ഒന്നില്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് നമുക്ക് ഉടനെ തന്നെ 9 EMA 15 EMA ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ ഗ്രീൻ ക്യാൻഡിൽ ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിലൊക്കെ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതെ നേരെ മുകളിലോട്ട്. അപ്പോൾ അതാണ് എപ്പോഴും മാർക്കറ്റിൻ്റെ സ്ട്രക്ചർ ഏത് ഭാഗത്തേക്കാണ് പോകുന്നത് നോക്കണം. ഡൗൺ ആണോ അതോ അപ്പ് ട്രെൻഡിലോട്ടാണോ പോകുന്നത് നോക്കിയിട്ട് വേണം നമുക്ക് ഈ ഒരു സ്ട്രാറ്റജി ഉപയോഗിക്കാനായിട്ട്. സെല്ലിങ്ങിനായിട്ടും നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെയാണ്, ആ നേരത്തെ പറഞ്ഞ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ അത് EMA പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിൽ, അതുപോലെ ഒരു ബെയറിഷ് ക്യാൻഡിൽ എൻഗൾഫിംഗ് എല്ലാം ചെറിയ വിക്ക് മുകളിലും താഴെയായിട്ട്, പിന്നെ റിജക്ഷൻ ക്യാൻഡിൽ അല്ലേ. റിജക്ഷൻ ക്യാൻഡിൽ എന്ന് പറയുമ്പോൾ പ്രൈസ് ഇങ്ങനെ മുകളിലൊക്കെ പോയിട്ട് അതിശക്തമായ മുകളിൽ പോയിട്ട് അവിടെ നിന്ന് തിരിച്ച് വന്ന് ഇവിടെ വന്ന് EMAയുടെ താഴെ വന്ന് ഇങ്ങനെ ക്ലോസ് ചെയ്യും. ഇതുമാതിരി ഇങ്ങനെ ക്ലോസ് ചെയ്യും. അഥവാ മാർക്കറ്റ് മുകളിലോട്ട് പോയി, പക്ഷേ അവിടെ ബയ്യേഴ്സ് ഇല്ലാത്തതുകൊണ്ട് സെല്ലേഴ്സ് അതിശക്തമായി താഴെ വന്ന് EMAയുടെ താഴെയോ അല്ലെങ്കിൽ തൊട്ട് മുകളിലൊക്കെ ആയിട്ട് ക്ലോസ് ചെയ്യുന്ന ക്യാൻഡിൽ സ്റ്റിക്ക്. അപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്, നമ്മൾ എൻട്രി എടുക്കുന്നത് ഇവിടെയാണ്. അതുപോലെ ഇതിൻ്റെ സ്റ്റോപ്പ് ലോസ് വരുന്നത് ഇവിടെയാണ്, എൻട്രി വരുന്നത് ഇവിടെയാണ്. ഇത്തരത്തിലാണ് നമ്മൾ സെല്ലിങ്ങിലോട്ട് നോക്കുക. ഇപ്പോൾ നമ്മൾ ബൈയിങ്ങിൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് സെൽ സൈഡിലോട്ട് എങ്ങനെ എൻട്രി എടുക്കാൻ നോക്കാം. അപ്പോൾ ഇവിടെ മാർക്കറ്റ് ഓപ്പൺ ആയിട്ട് ശക്തമായിട്ട് മുകളിലോട്ട് വരുന്നുണ്ട്. 9 EMA 15 EMA ക്രോസ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വൺ സൈഡ് മൊമെൻറ്റാണ് മുകളിലോട്ട് പോയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ട്രെൻഡ് മനസ്സിലാൻ വേണ്ടി ഒന്നുകൂടി വെയിറ്റ് ചെയ്യണം. ഹയർ ലോകൾ ഉണ്ടാക്കിയിട്ട് മുകളിലോട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കണം. പക്ഷേ അത് അവിടെ സംഭവിച്ചില്ല. പെട്ടെന്ന് തന്നെ മാർക്കറ്റ് താഴോട്ട് വരാനായിട്ട് തുടങ്ങി. ഇവിടെ വന്നപ്പോൾ 9 EMA 15 EMA ക്രോസ് ചെയ്തു. അപ്പോൾ നമ്മളൊന്ന് ഇവിടെ വെയിറ്റ് ചെയ്യുക. കാരണം ഇവിടെ മാർക്കറ്റ് EMA ഇങ്ങനെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ EMA 9 EMA അതുപോലെ 15 EMA ഇങ്ങനെ പോകുന്നതാണെങ്കിൽ ഇത് സൈഡ് വൈസ് മാർക്കറ്റാണ് അല്ലേ. ഇവിടെ നമ്മൾ എൻട്രി എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും സ്റ്റോപ്പ് ലോസുകൾ അടിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പോൾ EMA ഒന്ന് ബെൻഡ് ആവാനായിട്ട് നിങ്ങളവിടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. നമുക്ക് നോക്കാം. EMA ഒരു 30 ഡിഗ്രിയെങ്കിലും ഒന്ന് ഇങ്ങനെ സ്ലോപ്പ് ആവാനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ട്രെൻഡ് കൺഫർമേഷൻ ചെയ്യാനായിട്ട് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ അത് സൈഡ് വൈസ് ആയിട്ടുള്ള മാർക്കറ്റ് ചില ദിവസങ്ങളിൽ ഫുള്ളായിട്ട് അന്നത്തെ ദിവസം ഫുള്ള് സൈഡ് വൈസ് ആയിട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയും ഫുള്ളായിട്ട് സൈഡ് വൈസ് ആയിട്ട് പോയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം EMA ചെറുതായിട്ട് മുകളിലോട്ട് ഇങ്ങനെ പുഷ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നമുക്കിവിടെ എൻട്രി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ സെൽ സൈഡിൽ എൻട്രി നോക്കുമ്പോൾ നമുക്ക് ഇവിടെ കാണാനായിട്ട് കഴിയും ഈ ക്യാൻഡിൽ സ്റ്റിക്ക് ഇവിടെ ബെയറിഷ് ക്യാൻഡിലായിട്ട് ഫോം ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വലിയ സ്റ്റോപ്പ് ലോസ് ആണ്. അത് മാത്രമല്ല EMAനെ ക്രോസ് ചെയ്യുന്നത് ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. അവിടെ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇവിടെ ഈ ഒരു ക്യാൻഡിൽ സ്റ്റിക്കാണ്. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു എൻട്രി എടുക്കുമ്പോൾ ഇതിന് താഴെ നമുക്ക് എൻട്രി എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിലായിട്ട് സ്റ്റോപ്പ് ലോസ് വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട് കഴിയും. ഇവിടെ സ്റ്റോപ്പ് ലോസ് മാർക്കറ്റ് നമുക്ക് ഏകദേശം നമുക്ക് 81 പോയിൻറ്റ് ക്യാച്ചായിട്ട് വരും. പക്ഷേ നമുക്കിവിടെ 1:3 ആയതുകൊണ്ട് നമുക്കിവിടെ ഒരു 70 പോയിൻറ്റ് മതിയാവും. ഓക്കെ, ഇതാണ് നമുക്ക് സെൽ സൈഡിലോട്ടുള്ള എൻട്രി. നമ്മളിവിടെ ബെയറിഷ് എൻഗൾഫിംഗ് ക്യാൻഡിലാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. അതുപോലെ റിജക്ഷൻ ക്യാൻഡിലും നോക്കാം, അല്ലെങ്കിൽ ചെറിയ വിക്ക് മുകളിലും താഴെ ആയിട്ടുള്ള ക്യാൻഡിൽസിലേക്കും നമുക്കിവിടെ എൻട്രി കൺഫർമേഷൻ ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് ഒരു സ്കാൽപ്പിംഗ് സ്ട്രാറ്റജി മാത്രമാണിത്. ഒരുപാട് സ്ട്രാറ്റജികളുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്കൊരു റൂൾസ് ഉണ്ടാവണം ഇവിടെ അല്ലേ. ഒരു 9 EMA 50 EMA ക്രോസ് ചെയ്യണം. അതുപോലെ അവിടെ ഒരു എൻഗൾഫിംഗ് ക്യാൻഡിൽ സ്റ്റിക്ക് ബുള്ളിഷ് ആയിക്കോട്ടെ ബെയറിഷ് ആയിക്കോട്ടെ ഫോം ചെയ്യണം, അല്ലെങ്കിൽ ഒരു റിജക്ഷൻ ക്യാൻഡിൽ ഉണ്ടാവണം. ആ ഒരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ മുകളിലായിട്ടായിരിക്കും ഞാൻ ട്രേഡ് എടുക്കുക. അതിന് താഴെ മസ്റ്റായിട്ടും ഞാൻ സ്റ്റോപ്പ്
ലോസ് വെച്ചിരിക്കും. ഇതൊരു റൂൾസാണ്. അപ്പോൾ ഏതൊരു ട്രേഡ് എടുക്കുമ്പോഴും ഒരു റൂൾസ് ബേസ് ചെയ്തിട്ട് മാത്രം ട്രേഡ് എടുക്കുക. ലോസ് ആണെങ്കിൽ ആ ലോസ് ബുക്ക് ചെയ്യാനായിട്ട് നിങ്ങൾ മനസ്സിനെ പ്രാക്ടീസ് ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ ഹോൾഡ് ചെയ്ത് ഇനിയും അത് പ്രോഫിറ്റിലാവും എന്ന് വിചാരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള ലോസുകൾ നിങ്ങൾക്ക് ഉണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്. അതുപോലെ ടൈം ടീക്കയുടെ കാര്യം, ടൈം കൂടുതൽ നമുക്കിവിടെ മൊമെൻറ്റം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രീമിയം മെൽറ്റായിട്ട് നമ്മൾ സ്റ്റോപ്പ് ലോസ് അടിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ EMA എപ്പോഴും ഒരു ബെൻഡ് ഉണ്ടാവാനായിട്ട് നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുക. അവിടെ സൈഡ് വൈസ് ആയിട്ടാണ് EMA പോകുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സ്ലോപ്പ്, ഒരു 30 ഡിഗ്രിയെങ്കിലും ഒരു സ്ലോപ്പ് ഉണ്ടാവാനായിട്ട് വെയിറ്റ് ചെയ്യുക. പിന്നീട് ഉണ്ടാകുന്ന കൺഫർമേഷൻ കിട്ടുന്ന ക്യാൻഡിൽ സ്റ്റിക്ക് ഒരു ബെയറിഷോ ഒരു ബുള്ളിഷോ ആയിട്ടുള്ള ക്യാൻഡിൽ സ്റ്റിക്കിൽ നിങ്ങൾ എൻഡ് എടുക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.